എല്ലാവർക്കും നമസ്കാരം. പാലക്കാട് നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്ന ഒരു ബസ് നിറയെ ആളുകളുമായിട്ട് അത് ഒറ്റപ്പാലത്തെത്തുമ്പോൾ അതിൻ്റെ ഡീസൽ പൈപ്പിന് തീ പിടിച്ച് അതിഭയങ്കരമായ തീയെ ഈ ബസ്സിൻ്റെ മുൻഭാഗത്ത് പിടിക്കുകയാണ്. തൊട്ടടുത്ത് പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ തീ കണ്ടുകൊണ്ട് പെട്ടെന്ന് ഈ വാഹനത്തെ മറികടന്ന രണ്ട് ബൈക്കുകൾ നിർത്തിയിട്ട് 3 ചെറുപ്പക്കാർ, ഒരു ബൈക്കിൽ വന്ന ഒരാളും ഒരു ബൈക്കിൽ വന്ന 2 പേരും ഉടനെ തന്നെ രക്ഷാപ്രവർത്തനവുമായി വന്ന് അവർ ഈ വാഹനത്തിൻ്റെ മുൻവശത്തെ വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ അത് തുറക്കാൻ സാധിക്കുന്നില്ല. പിന്നെ അവർ ചവിട്ടി തുറന്ന് അതിലൂടെ ആളുകളെ പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്നു. അതേസമയത്ത് തന്നെ ഈ റോഡിൻ്റെ എതിർവശത്തോട് വന്ന ഒരു ഓട്ടോറിക്ഷ നിർത്തി അതിൻ്റെ അകത്ത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ടായിരുന്നു, ചെറുത്. അപ്പോൾ അതിലെ ഓട്ടോ ഡ്രൈവർ ആ ഫയർ എക്സ്റ്റിങ്ക്വിഷറുമായി ഓടി വന്ന് ഈ ബസ്സിലെ ഈ തീ അണയ്ക്കുന്നതിനായി ശ്രമിക്കുന്നു. നമ്മുടെ പെട്രോൾ പമ്പിലെ ജീവനക്കാർ അവിടുത്തെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ എടുത്തുകൊണ്ട് വന്ന് അവർ അത് വെച്ചിട്ട് അതിലെ തീ അണയ്ക്കുന്നു. ധാരാളം ആളുകൾ ഓടിക്കൂടി അവർ വെള്ളവും മറ്റും ഉപയോഗിച്ച് തീ അണയ്ക്കുന്നു. അതുപോലെ ബാക്ക് വശത്തെ ഡോറ് അതും ബ്ലോക്കായിട്ട് അത് ചവിട്ടി തുറന്ന് അതിലൂടെ ആളുകളെ പുറത്ത് എത്തിക്കുന്നു. ഈ കഴിഞ്ഞ 17 ഈ ഫെബ്രുവരി മാസം 17 വൈകുന്നേരം 6:45 മണിയോടെ ഒറ്റപ്പാലത്തുണ്ടായൊരു സംഭവമാണ്. ശരിക്കും അവിടെ ഏകദേശം ഒരു 3 മിനിറ്റിനുള്ളിൽ പൂർണ്ണമായിട്ട് തന്നെ തീ അണച്ചുകൊണ്ട് മുഴുവൻ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് ആളുകൾക്ക് സാധിച്ചു. അവിടെ വന്ന ആരും തന്നെ അവർ മൊബൈലെടുത്ത് അത് റീല് ചിത്രീകരിക്കുന്നതിനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ആരും ശ്രമിച്ചില്ല. എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു. അതുകൊണ്ടുള്ള ഗുണം ഒരു നാട് മുഴുവനും വലിയൊരു ദുരന്തമുണ്ടായി. പെട്രോൾ പമ്പിന് ഉൾപ്പെടെയുള്ള സമീപത്ത് വെച്ചൊരു ബസ്സിന് തീ പിടിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്തം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നേ ഉള്ളൂ. അത്രയും വലിയൊരു ദുരന്തമുണ്ടായി, ഒരു നാട് മുഴുവൻ നശിക്കുവാൻ സാധ്യതയുള്ള ഒരു സംഭവത്തിലാണ് ജനങ്ങളുടെ ഒത്തൊരുമയോടുള്ള പ്രവർത്തനം കൊണ്ട് അതിനെ ഇല്ലാതാക്കുവാനായിട്ട് സാധിച്ചത്. ഞാൻ പറഞ്ഞൊന്നും വേറൊന്നുമില്ല. നമ്മൾ പല വഴിക്കും പോകുമ്പോൾ ധാരാളം അപകടങ്ങൾ പലരും കാണാറുണ്ട്. ധാരാളം ആളുകൾ ഇത് കണ്ടാൽ പോലും ശ്രദ്ധിക്കാതെ, കാരണം വെച്ചാൽ അവർ പല ആവശ്യങ്ങൾക്ക് പോവുകയായിരിക്കും, അവരത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുകയും ആ മനുഷ്യജീവൻ അവിടെ കിടന്ന് പെടഞ്ഞ് മരിക്കുന്ന അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ധാരാളം വാർത്തകൾ വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളും പലവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ സാന്നിധ്യവും ഉണ്ടായിട്ടുണ്ടാകാം. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ആ റോഡിൽ കിടന്ന് പിടയുന്ന ആ മനുഷ്യജീവൻ ഒരു വീട്ടിലെ ഒരു മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ അവരുടെ ഒരു ഏക പുത്രൻ ആയിരിക്കും. ഒരു മാതാപിതാക്കളുടെ ഏക പുത്രനായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ഒരു മകളായിരിക്കാം, അതല്ലെങ്കിൽ ഒരു വീടിൻ്റെ നെടുംതൂണായ അവരുടെ പിതാവായിരിക്കാം. ആരായിക്കോട്ടെ, അത് നമ്മുടെ ഒരു സമയത്തുള്ള വളരെ ചെറിയൊരു ഇടപെടൽ കൊണ്ട് നമുക്ക് അതിനെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ, ആ ജീവനെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ ഒരു ജന്മമല്ലേ മനുഷ്യൻ്റെ. അതിനെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഗുണം അതിലപ്പുറമുണ്ടോ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, നമ്മൾ പോകുമ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച പണിക്ക് പോവുകയായിരിക്കാം, അപ്പം അടുത്തയാൾ വന്നോളും എന്ന് കരുതി നമ്മൾ മുന്നോട്ട് പോകുന്നു. അല്ലെങ്കിൽ നമ്മുടെ വാഹനം പുതിയതായിരിക്കാം, അപ്പോൾ സീറ്റ് കവറൊക്കെ ഇവരെ കയറ്റിയാൽ ബ്ലഡ് പറ്റി സീറ്റ് കവറൊക്കെ മോശമാകുമെന്ന് നമ്മൾ കരുതുന്നു. അതല്ലെങ്കിൽ പോലീസ് പിന്നാലെ വന്ന് പോലീസിൻ്റെ സാക്ഷി കൊടുക്കൽ, നിയമപ്രശ്നങ്ങൾ, ഈ ഊരാ കൊടുക്കൊന്നും വേണ്ട എന്ന് കരുതുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മൾ ഇത് ഉപേക്ഷിച്ച് നമ്മുടെ ചിന്തകളിൽ കൂടി നമ്മൾ അവിടെ നിന്ന് കടന്നു പോകുന്നത്. പക്ഷേ നമ്മുടെ പിന്നിൽ വരുന്നവരും അങ്ങനെ തന്നെ ചിന്തിച്ചാൽ, അതിൻ്റെ പിന്നിൽ വരുന്നവരും അങ്ങനെ തന്നെ ചിന്തിച്ചാൽ ആ ജീവൻ അവിടെ കടന്ന് പൊലിഞ്ഞു പോവുക മാത്രമല്ലേ ഉള്ളൂ. പറഞ്ഞൊന്നും വേറെ ഒന്നും കൊണ്ടുമല്ല. നമ്മൾ ഇങ്ങനെയുള്ള ഒരു തിരക്ക് പിടിച്ച ഒരു ജോലിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു നല്ലൊരു കാര്യം ചെയ്ത് അയാളെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് നമുക്ക് പോകാൻ സാധിച്ചാൽ അവിടെ നമുക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ അവർ നമുക്ക് അഭിനന്ദനങ്ങൾ മാത്രമേ തരികയുള്ളൂ. അതിലുപരി നമ്മുടെ വാഹനത്തിന് ഏതെങ്കിലും രീതിയിലുള്ള കറയോ ബ്ലഡ് പറ്റിയുള്ള കേടുപാടുകളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇന്നത്തെ അത്യാധുനിക സജ്ജീകരണങ്ങൾ വെച്ച് അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതിൽ നമുക്ക് സീറ്റ് കവർ മാറിയിടാൻ തന്നെ സാധിച്ചില്ല ഇതല്ലെങ്കിൽ തന്നെ. പിന്നെ അതുപോലെ പോലീസിൻ്റെ സംഭവങ്ങൾ, പോലീസ് പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പരമാവധി അവരെ ഒന്നും ഉൾപ്പെടുത്താതിരിക്കാൻ ധാരാളം ശ്രദ്ധിക്കാറുണ്ട്, ഇങ്ങനെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ. അങ്ങനെയുള്ള പക്ഷേ ചില സമയങ്ങളിൽ വേണ്ടി വരും. കാരണം തീരെ സാക്ഷികളിലൊക്കെ അപര്യാപ്തമുള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേണ്ടി വരും, ഇല്ലയെന്ന് പറയുന്നില്ല. എങ്കിലും പരമാവധി തന്നെ അവരെയൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതേ ഉള്ളൂ. കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കുറച്ച് സമയം നമ്മൾ ആ ഒരു ജീവന് വേണ്ടി അതിനു വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുക. നമ്മൾ കുറച്ച് വിലപ്പെട്ട സമയം അതിനു വേണ്ടി മാറ്റി വെക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഗുണം മാത്രമേ ഉണ്ടാവൂ, സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ.